സ്വാമിജി, സ്വാമിജി, സ്വാമിജി. എന്താ ഈ പാതിരാത്രിക്ക്? നേരം വെളുത്തല്ലോ. രംഗനാഥ പെരിയവർ എന്തോ കണ്ട് പേടിച്ചു. സ്വാമിജിയെ കൂട്ടി വേഗം വരാൻ പറഞ്ഞു. നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മാധവനുണ്ണിയുടെ മോളാ, രുക്മിണി. ഇന്നലെ അച്ഛന്റെ കൂടെ വന്നതാ. സ്വാമിജി വൈകണ്ട. ഷേണായി മന്ദിരത്തിൽ ഏതോ ഒരു ഷേണായി എന്തോ കണ്ട് പേടിച്ച് ചാവാൻ കിടക്കുന്നു. ശേരൻകുട്ടി, ഞാനില്ല. സുബ്രഹ്മണി, ഞാനും ഇല്ല. അവള് പോയോ? ഹലോ കുട്ടി, ഇവിടെ ആരും ഇല്ലേ? രുക്മിണി, രുക്മിണി, സുബ്രഹ്മണി, ശേഖരൻകുട്ടി, എഴുന്നേക്ക്, എഴുന്നേക്ക്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. പാതിരാത്രിക്ക് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഇവിടുന്ന് പോകണമെന്നോ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ പോകാൻ? അതൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ ജീവൻ അപകടത്തില. ഞാൻ പറയുന്നത് കേൾക്ക്, വേഗം വാ. നല്ല സ്വപ്നം കണ്ടായിരിക്കും. നീ കിടക്ക്. ഇവര് ഭ്രാന്താന്ന്. ഇത് സ്വപ്നമല്ല, ഒന്ന് വേഗം വരാനല്ലേ പറഞ്ഞത്. നീ വന്നതിന്റെ പിറ്റേന്ന് പോലെ പോണെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ എങ്ങോട്ട് പോകുന്നു കൂടെ നീ പറ. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഒന്ന് വേഗം വാ. എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പെരുവഴിയിലോട്ട് ഇറങ്ങുന്നത് നിന്റെ ഒരു സ്ഥിര സ്വഭാവം. 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ ദൈവമായിട്ട് കാണിച്ചു തന്ന ഒരു കച്ചിത്തുറും പയ്യ വീട്. ഇവിടെ ഇറങ്ങാൻ തൽക്കാലം ഞങ്ങളില്ല. അതൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കുന്നു നീ പറയുന്നത്? ജനിച്ച സ്ഥലത്തും ചെന്ന് നിന്നിടത്തൊക്കെ നിന്നെ കൊണ്ട് നിക്കക്കളി ഇല്ലാതായി. ഇനി പരിഹരിക്കാന്ന് 8-10 ഏക്കർ കൃഷി ചെയ്തിട്ട് ഇവൻ ഉണ്ടാക്കിയത് 10-30 ലക്ഷം രൂപയുടെ കടവാ. അതിന്റെ ഇടയിൽ നീ ഇവിടെ ഇറങ്ങിയിട്ട് എന്തോ ഉണ്ടാക്കുന്ന നീ പറയുന്നത്? ഞാൻ പറയുന്നത് വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. മതി, രക്ഷിച്ചതും കൊണ്ടുനടന്നതും ഒക്കെ മതി. ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എല്ലാം അവസാനിപ്പിക്കണോ വേണ്ടയോന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ നന്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പ്ലീസ്, തൽക്കാലം ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും.